ഇനി റെസ്റ്റോറൻറ്റിലൊന്നും പോയി ഒട്ടും തന്നെ പൈസ കളയേണ്ടെന്നേ. വളരെ ചുരുങ്ങിയ സമയവും ചുരുങ്ങിയ ചെലവും കൊണ്ട് അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒരു പാത്രത്തിലേക്ക് ബട്ടർ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം. ബട്ടറൊക്കെ നന്നായിട്ട് ഉരുകി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ സവാള, തക്കാളി ഇതെല്ലാം കൂടെ അരിഞ്ഞതാണ് ഒരുമിച്ച് നമ്മളങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. സമയമുള്ളവരെ ഓരോന്നോരോന്നായിട്ട് വഴറ്റിയെടുത്താലും മതിയാകും. അപ്പം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കുടം വെളുത്തുള്ളിയുടെ 1/4 ഭാഗവും ഒരു മീഡിയം സൈസ് ഇഞ്ചിയും 2 സവാളയും ഒരു വലിയ തക്കാളിയുമാണ്. തക്കാളിയുടെ പുളി ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ 1ഓ 2ഓ ഒക്കെ ചേർക്കാം. ഞാനിവിടെ ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. അത്യാവശ്യം വലിപ്പമുള്ളതാണ്. എനിക്ക് അങ്ങനെ തയ്യാറാക്കുന്ന കറിയാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് തക്കാളിയുടെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. നല്ലതുപോലെ വഴറ്റി ബ്രൗൺ നിറമാവുന്നിടം വരെ വഴറ്റിയെടുക്കാം. നല്ലതുപോലെ വഴണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റി പൊടികളുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു പഞ്ചസാരയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടയിൽ നിന്നും കിട്ടുന്നതൊക്കെ കറിക്ക് ഒരു ചെറിയ മധുരം കാണും. അപ്പോൾ അതിന്റെ പേരിലാണ് ഞാനിവിടെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, വേണമെങ്കിൽ തികച്ചും ഓപ്ഷനിലാണ് കേട്ടോ. വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു മിശ്രിതം ചൂടാറിയതിനു ശേഷം നമുക്ക് നല്ലതുപോലെ മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അടിച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. അതിനുശേഷം നമ്മളുടെ പാത്രത്തിലേക്ക് നമ്മൾ കുറച്ചുകൂടെ ബട്ടർ ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഈ ബട്ടർ നമുക്കൊന്ന് നല്ലോണം ഉരുക്കിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഏലക്ക, പട്ട, ഗ്രാമ്പു, ബേ ലീഫ് ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചച്ചുവയൊന്ന് മാറുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുഴുവനെയുള്ള ജീരകം ചേർത്ത് കൊടുക്കാം. പച്ചച്ചുവ മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള നമ്മളുടെ ആ പേസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് കൊണ്ടുവരാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മളുടെ ഗ്രേവിയുടെ കൺസിസ്റ്റൻസിയിൽ ഒന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചതുകൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി ചെറുതായിട്ട് കൈകൊണ്ട് ക്രഷ് ചെയ്തും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഗ്രേവി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. കുതിർത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മിക്സിക്കകത്തിട്ട് നല്ലതുപോലെ അരച്ച് ആ പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പകരം നിങ്ങളുടെ കയ്യിൽ ബദാം ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് പനീർ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. പനീറൂടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഗ്രേവിക്ക് എന്തോരം തിക്നെസ് വേണമെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തന്നെ ആ ഗ്രേവിയുടെ തിക്നെസ്സിനെ ബാലൻസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടെ തൂവി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ക്രീമിൻ്റെ ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് പാല് അവസാനമായിട്ട് ഇതിന് മുകളിലോട്ടൊന്ന് തൂക്കി കൊടുത്താലും മതിയാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ അടിപൊളിയായിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് ഒക്കെ ഏകദേശം തന്നെ നമ്മളുടെ കറിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ ബൈ.